ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 2, ഈ മാസത്തെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. നമുക്ക് അടിപൊളി ടാർഗറ്റുകൾ വന്നിട്ടുള്ള ദിവസം കൂടിയാണ്. നിങ്ങളിപ്പോൾ കാണുന്നതാണ് ടാർഗറ്റുകൾ വന്നുള്ള സ്ക്രീൻഷോട്ടുകൾ. നമുക്ക് സെൻസസിലും നിഫ്റ്റിയിലും ഫുൾ ടാർഗറ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബിറ്റ് കോയിൻ എത്തേറിയത്തിൻ്റെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ലിങ്ക് വഴി നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നുള്ള യൂസർ ഐ ഡിയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ എനിക്ക് സെൻഡ് ചെയ്യുക. കൺഫർമേഷന് വേണ്ടിയാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ഇതിന് വേണ്ടി ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബിറ്റ് കോയിൻ്റെ തെറിയം മാത്രം വരുന്ന ട്രേഡിംഗ് സെക്ഷൻ. അത് വളരെ യുണീക്കായിരിക്കും. ഓപ്ഷൻസാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുക. അതിൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റും ഉണ്ട്. ഫ്യൂച്ചേഴ്സ് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് സ്പോട്ട് ചാർട്ട് നോക്കിയുള്ള ട്രേഡിംഗ് ആണെങ്കിൽ അതും ചെയ്യാം. ഇനിയിപ്പോൾ സ്ട്രൈക്ക് ചാർട്ട് നോക്കിയുള്ള ട്രേഡിംഗ് ആണെങ്കിൽ അതും ചെയ്യാം. അതിനാണ് ഞാൻ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ കയറിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് ടെലിഗ്രാമിൽ DM ചെയ്താൽ മതി. ഞാൻ നിങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ഫ്രീ ഗ്രൂപ്പാണ്, പേയ്മെൻറ്റിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ ആഡ് ആക്കും. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിൽ നിങ്ങളൊരു പുതിയൊരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബിഗിനേഴ്സ് ലെവൽ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ഫുള്ളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ട്രേഡർ എന്ന് കമൻറ്റ് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക. അത്ര വേണ്ട. ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഫ്രീ ആയിട്ട് സെറ്റ് ചെയ്ത് തരും. അതിന് വേണ്ടി നിങ്ങൾ എൻ്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് DM ചെയ്താൽ മാത്രം മതി. ഞാൻ വീഡിയോ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതുതായിട്ട് ട്രേഡിംഗ് വരുന്ന ആൾക്കാർക്കാണെങ്കിലും പഴയതായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഒരു ബേസ്മെൻറ്റ് വീഡിയോ ആണ്. നിങ്ങൾ മാക്സിമം അത് കണ്ടിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് ബാക്കി എക്സ്ട്രീമുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ട്രേഡർ എന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നേരെ ടെലിഗ്രാമിൽ വന്നിട്ട് എനിക്ക് DM ചെയ്ത് ചോദിച്ചാൽ മതി. ഞാൻ ആ വീഡിയോ ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരുപാട് കമൻറ്റ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് നല്ല ട്രേഡുകൾ ഉണ്ടായിരുന്നു. ഫുൾ ടാർഗറ്റുകൾ വന്ന ട്രേഡുകളുണ്ട്. പെയ്ഡ് ഗ്രൂപ്പിലിരിക്കുന്ന മെമ്പേഴ്സിനാണെങ്കിലും ഫ്രീ ഗ്രൂപ്പിലിരിക്കുന്ന മെമ്പേഴ്സിനാണെങ്കിലും പ്രോഫിറ്റിക്ക് വരാനുള്ള വകുപ്പ് ഇന്നുണ്ടായിരുന്നു. ഞാൻ പ്രോഫിറ്റ് വരുന്ന കാര്യമല്ല എടുത്ത് പറയാൻ നിൽക്കണത്, മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെ നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാം, അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. നമ്മൾ ഡെയിലി അനാലിറ്റിക്സ് വീഡിയോ തന്നെയാണ് ചെയ്യാറ്. ഇന്ന് ഞാനത് കാണിക്കാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ട്രേഡിങ്ങിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, പറഞ്ഞിട്ട് പോവാം. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഞാൻ യൂസ് ചെയ്യുന്നത് 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. അത് തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സും അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ 1 മിനിറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. ഇവിടെ കുറച്ച് ഫെയേഴ്സ് നമുക്ക് കാണാണ്ട്. ഗോൾഡ് ഉണ്ട്, ബിറ്റ് കോയിൻ ഉണ്ട്, US ഓയിൽ ഉണ്ട്, പിന്നെ കുറച്ച് കറൻസി പെയർ ഉണ്ട്, എത്തേറിയം ഉണ്ട്, പിന്നെ നമ്മുടെ ഇൻഡെക്സ് ഓപ്ഷൻസ് ഉണ്ട്, ഇന്ത്യൻ ഇൻഡെക്സ് ഓപ്ഷൻസ്, പിന്നെ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളു. അപ്പോൾ ഇതിനൊക്കെയും 1 മിനിറ്റ് ആണെന്നൊരു ക്വസ്റ്റ്യൻ വരും. ഇതിനൊക്കെയും 1 മിനിറ്റ് അല്ല, മനസ്സിലായില്ലേ? നിഫ്റ്റിയിൽ നമ്മൾ സ്പോട്ട് ബേസ്ഡ് ആണെങ്കിലും സ്ട്രൈക്ക് ബേസ്ഡ് ആണെങ്കിലും 1 മിനിറ്റാണ് യൂസ് ചെയ്യണത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും 1 മിനിറ്റ് ആണ്, സെൻസസ് ആണെങ്കിലും 1 മിനിറ്റ് ആണ്. ക്രൂഡ് ഓയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 മിനിറ്റ് ആണ് സ്ട്രൈക്കിൽ യൂസ് ചെയ്യണത്. കറക്റ്റായിട്ട് മനസ്സിലാക്കുക കേട്ടോ. 1 മിനിറ്റ് സ്ട്രൈക്കിലാണ് യൂസ് ചെയ്യണത്. 5 മിനിറ്റ് ആണ് സ്പോട്ട് ബേസ്ഡ് ട്രേഡിങ്ങിൽ യൂസ് ചെയ്യണത്. ക്രൂഡ് ഓയിലിൽ നാച്ചുറൽ ഗ്യാസ് അങ്ങനെ കൊടുക്കാറില്ല, ആണെങ്കിൽ പറയാനില്ലേ. XAUSP ഗോൾഡിലാണെങ്കിൽ 1 മിനിറ്റ് ആണ് യൂസ് ചെയ്യണത്. അത് മാറും കേട്ടോ. ചിലപ്പോൾ 5 മിനിറ്റ് ആവാം, ചിലപ്പോൾ 1 മിനിറ്റ് ആവാം. അത് കണ്ട് മാറി മാറി വരും. ബിറ്റ് കോയിൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. 15 മിനിറ്റാണ് ബിറ്റ് കോയിനിൽ ഇത്തിരി നല്ല ടൈം ഫ്രെയിം. പക്ഷെ 1 മിനിറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ട്രേഡ് കിട്ടും. എത്രയാണെങ്കിലും ഈ പറഞ്ഞ രീതി തന്നെയാണ്. സ്ട്രൈക്ക് ബേസ്ഡ് ആണെങ്കിൽ 1 മിനിറ്റ് ആണ്. സ്പോട്ട് ബേസ്ഡ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റേക്കൊക്കെ മറന്നു വരും. ബാക്കിയൊക്കെ നമ്മുടെ ഇൻഡെക്സ് ഓപ്ഷൻസ് ആണ്, അതൊക്കെയും 1 മിനിറ്റ് ആണ്. എത്ര ടൈം ഫ്രെയിം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് ആക്യുറസി ആണ്. നമുക്ക് പറഞ്ഞ അടുത്തൊരു ക്വസ്റ്റ്യൻ, ആക്യുറസി എത്ര ഉണ്ടാകുന്നതാണ്. ആക്യുറസി അതിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ഒപ്പം ട്രേഡ് എടുത്തിട്ട് ഞാൻ തരുന്ന ട്രേഡുകൾ നിങ്ങൾ പിക്ക് ചെയ്യണം, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതേ ട്രേഡ് വെറുതെ വാച്ച് ചെയ്ത് നോക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഞാൻ പറയണ സാധാരണ ആക്യുറസി പറയാറ് ഔട്ട് ഓഫ് 10 7 ആയിരിക്കും. 10 7 സക്സസ് റേറ്റിക്ക് വരിക. അതായത് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 പോയിന്റ് പോകുന്നല്ല കേട്ടോ. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 പോയിന്റ് ഒക്കെ എന്തായാലും പോകും പ്രോഫിറ്റ്. അതാണ് ഞാൻ 7 സക്സസ് റേറ്റ് പറയണത്. അതിലാണെങ്കിൽ 2-3 ആയിരിക്കും ഫുൾ ടാർഗറ്റ് ഉണ്ടാവുക. 4 ഈ പറഞ്ഞ രീതിക്ക് 15 to 20 30 എന്നൊക്കെ ലെവലിൽ നിൽക്കും, മനസ്സിലായാലും. ബാക്കി 3 SL വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 10 ട്രേഡ് എടുത്താൽ 3 SL വരാൻ സാധ്യതയുണ്ട്. ആ 3 കറക്റ്റായിട്ട് പിക്ക് ചെയ്ത് നിങ്ങൾ SL നിൽക്കുള്ളൂ, മനസ്സിലായാലും. അപ്പോൾ മാക്സിമം ട്രേഡുകൾ എടുത്ത് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റിക്ക് വരാൻ പറ്റും. അതാണ് ഓൾ ടോട്ടലിലേക്ക് പറയാനുള്ളത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളോട് പഠിപ്പിക്കണത്.
ഈ കോഴ്സ് എന്താണ്? ഞാനിവിടെ ചെയ്യണ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റഡി അല്ല ഇത്, മനസ്സിലായത്? ഇപ്പം ഇത്രയും ക്യാൻഡിൽസ് നമുക്കിവിടെ കാണാനുണ്ട്. 24,700p ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിലാണ്. ഇത് ജൂൺ 1, ജൂൺ 2 ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിലാണ് നിങ്ങൾ കാണുന്നത്. 1 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. അത്രയും വലിയ ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എൻ്റെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ ഒരിക്കലും ഈ ക്യാൻഡിൽസിൻ്റെ രൂപത്തിനെ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? അതാണ് ഫസ്റ്റത്തെ ഒരു കാര്യം. അത് പഠിച്ച് ചെയ്യണവർ കറക്റ്റായിട്ടാണ് ചെയ്ത് പോക്കോ. നമ്മൾ ഇത്തിരി ഈസി ആയിട്ടുള്ള മെത്തേഡാണ് പറഞ്ഞു നടക്കുന്നത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്കും ഒരു ഉപകാരമില്ല, പഠിപ്പിച്ചു തരണം എനിക്കും ഒരു ഉപകാരമില്ല. വളരെ ഈസി ആയിട്ട് എങ്ങനെ ട്രേഡിങ് പഠിക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. ട്രേഡിങ് പഠിക്കുക, നിങ്ങൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ അറിയണവരായിരിക്കും. അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ മനസ്സിലാക്കുക, ഞാൻ ഒരു മെത്തേഡാണ് പറയണത്, ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി, മനസ്സിലായാലും നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത് എന്നാണ് പറയണത് കേട്ടോ. അതിന് ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത്, നമ്മളിവിടെ യൂസ് ചെയ്യണത് പക്ക പ്രൈസ് ആക്ഷൻ എൻട്രിയും പിന്നെ ഒരു മാർക്കറ്റ് ട്രേഡിങ്ങും ആണ്. ഈ രണ്ടുമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് മാറ്റർ. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളുണ്ട് കേട്ടോ. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയ 2 കാര്യങ്ങളുണ്ട്. അത് ഞാൻ പേഴ്സണലി ഈ കോഴ്സ് എടുത്ത് പഠിക്കുന്നവർക്കാണ് പറഞ്ഞു കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ അതാണ് ഈ കോർ ഓഫ് ദ സ്റ്റോറി. ഞാൻ ഇത്രയും പ്രോഫിറ്റ് കാണിക്കുന്നു, ഇത്രയും ടാർഗറ്റുകൾ കാണിക്കുന്നു, ഇത്രയും ട്രേഡുകൾ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു കോർ ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാലൻസ് വയ്ക്കണ 2 പോയിൻ്റാണ്. പ്രൈസ് ആക്ഷൻ ആൻഡ് മാർക്കറ്റ് ട്രേഡിംഗ് ആണ്. അപ്പോൾ ആ 2 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രോഫിറ്റിക്ക് വരാൻ പറ്റും. മാർക്കറ്റ് ട്രേഡിങ് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനൊന്നും പറ്റില്ല. അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. അതായത് ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻ്റാണ് മാർക്കറ്റ് ട്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാൻഡിൽസ് ഇങ്ങനെയൊക്കെ മൂവ് ചെയ്ത് പോകുന്നുണ്ട്, നിങ്ങൾ അവിടെ ട്രേഡ് എടുക്കും, അതാണുള്ള ക്വസ്റ്റ്യൻ. ഒരു എൻട്രി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രിയാണ്. ഇപ്പോൾ 29 ഡേറ്റ് വരുന്നത്, മനസ്സിലായില്ലേ? ഇത് 29 ഇതിൻ്റെ ഡേ ഹൈ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൺസെപ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് എടുക്കുക. അത് വേറെ ഒരു ടിപ്പായിട്ട് നിങ്ങൾ കൂട്ടുക, അഡീഷണൽ ടിപ്പ്, ഫ്രീ ആണ് കേട്ടോ. അത് നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് വരും. എല്ലാ ദിവസമല്ല, വരും അത്, മനസ്സിലായില്ലേ? പിന്നുള്ളത് പ്രൈസ് ആക്ഷനാണ്. പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലരും വിചാരിക്കുന്നുണ്ടാവും നമ്മളോട് 2 ക്യാൻഡിലേ പറയണുള്ളൂ, ഗ്രീൻ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ. അപ്പോൾ ഗ്രീൻ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ വെച്ച് അങ്ങനെ ട്രേഡ് എടുക്കും, അതാണുള്ള മെയിൻ ടോപ്പിക്ക്. ആ ഗ്രീൻ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ നോക്കുന്നത് ഒരു പ്രൈസ് ആക്ഷൻ എൻട്രിയിലാണ് നിങ്ങൾ എൻട്രി എടുക്കുന്നത് കേട്ടോ. നിങ്ങളത് അറിയാണ്ട് പഠിച്ച് പോകുന്ന ഒരു പരിപാടിയാണ്. ഇത് പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ല എനിക്ക്, നിങ്ങൾ അങ്ങനെ എടുത്ത് പോണത്, മനസ്സിലായില്ലേ? എന്നാൽ ഞാൻ രാവിലെ ട്രേഡ് മുകളിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, അതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു ലെവൽ എൻട്രി വരണം, മനസ്സിലായില്ലേ? ഇത് ഡയറക്റ്റ് എൻട്രിയാണ് ഈ സംഭവം. ഞാൻ ഈ ഡയറക്റ്റ് എൻട്രിയാണ് രാവിലെ നമുക്ക് തരണത്. ഞാനൊരു 100 തരുന്നു, അല്ലെങ്കിൽ വേണ്ട ഒരു 193.40 സെയിം പ്രൈസ് തന്നെ എടുത്തത്. അതിൻ്റെ മുകളിൽ ഈ എൻട്രി മെത്തേഡാണ് പ്രൈസ് ആക്ഷൻ നിങ്ങൾ യൂസ് ചെയ്യണത്. ആരെങ്കിലും ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഡയറക്റ്റ് എൻട്രിയാണ്. ഇനി വേറെ ടൈപ്പ് എൻട്രി ഉണ്ട്, ക്യാൻഡിൽസ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി ഉണ്ട്, അതും പറഞ്ഞുതരാം. പി എൻട്രി 24,650C, ഇത് രാവിലെ കൊടുത്ത എൻട്രിയാണ്. പക്ഷേ ഈ ഫസ്റ്റ് എൻട്രി നമുക്ക് SL ആയിരുന്നു, സ്വൈപ്പ് ചെയ്തിട്ട് തിരിച്ച് കയറി പോയിക്കണതാണ്. ആ സ്വൈപ്പിങ് അവിടെ വന്നിട്ടുള്ളൂ, നമ്മളവിടെ എക്സിറ്റ് ആവുകയും ചെയ്യും. ഇത് പാർട്ട് ഓഫ് ദ ഗെയിം തന്നെയാണ്, അതൊന്നും നോക്കാനില്ല. നമ്മളിവിടെ എൻട്രിയാണ് പറയണത്, മനസ്സിലായില്ലേ? ഇത് റണ്ണിങ് ടൈമിലത്തെ എൻട്രി ഉണ്ടോ? നേരത്തെ ഞാൻ കാണിച്ചത് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയറക്റ്റ് എൻട്രി നമ്മൾ എടുക്കുക. റണ്ണിങ് ടൈമിലത്തെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് റൺ ചെയ്ത് അടിയിലേക്ക് വന്നുകൊണ്ട് നിൽക്കുകയാണ്, മനസ്സിലായി? ഇത്രയും അടിയിലേക്ക് പോന്നു. തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളൊരു പ്രൈസ് ആക്ഷൻ നോക്കണം, മനസ്സിലായില്ലേ? ഇവിടുന്ന് ഇങ്ങനെയാണ് എൻ്റെ പ്ലാന്. ഇങ്ങനത്തെ ഒരു എൻട്രിയാണ് ഇത് വരിക. ഈ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള പ്രൈസ് ആക്ഷൻ എൻട്രിയാണ്. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും, പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെയും മനസ്സിലാക്കുക. നമ്മൾ ഈ എൻട്രി എടുത്തേണ്ടത് ഈ ഒരു മോഡലാണ്. റണ്ണിങ് ടൈമിലത്തെ എൻട്രി ഇങ്ങനെയാണ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ടൈമിലത്തെ എൻട്രി അങ്ങനെയാണ്. അത് ഡയറക്റ്റ് എൻട്രിയാണ്. ഇത് ഇത്തിരി കൂടിയും പ്രോബിലിറ്റി കൂടിയ സംഭവമാണത്. വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവർ ഞാൻ അത് വെറുതെ വരച്ചിരിക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ടെലിഗ്രാമിൽ പോയി നോക്കുക, ഈ എൻട്രി കൊടുത്ത എപ്പോഴാണ് നോക്കുക. ഫസ്റ്റ് നിങ്ങളുടെ ട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ട്രേഡിങ് ഒരു മനസ്സിലാക്കി പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഈ 2 ടൈപ്പ് എൻട്രിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യണത് കേട്ടോ. രാവിലെ ട്രേഡ് നമുക്ക് കിട്ടുന്നത് ഡയറക്റ്റ് എൻട്രി ആണ്, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റണ്ണിങ് ടൈമിൽ ഇങ്ങനത്തെ എൻട്രികളാണ് എപ്പോഴും എടുക്കുക. ഇതിൽ കുറച്ച് 2 പോയിന്റും കൂടി ഉണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ 2 എൻട്രീസിലും 2 പോയിന്റ് കൂടി മിസ്സിങ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു സബ്ജക്റ്റ്, മെയിൻ സബ്ജക്റ്റ് അതാണ്.
അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇതൊക്കെ കൺവിൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഗ്രൂപ്പിലിരുന്ന് ഈ ട്രേഡിംഗ് ഒക്കെ കാണുന്നവരുണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ അവർക്ക് ഇത്തിരി വേണമെങ്കിൽ കൺവിൻസ്ഡ് ആയിട്ടുള്ളൊരു ആൻസറാണ് ഇപ്പോൾ ഞാൻ തന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണമെങ്കിൽ സ്റ്റഡി ചെയ്യാം. നിങ്ങൾക്ക് ഒരിക്കലും ഈ സ്റ്റഡി പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അത് ക്യാഷ് പോയെന്നുള്ള രീതിക്കൊന്നും വരില്ല, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും ഏതൊരു സമയത്ത് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണത്. ഞാനിപ്പോൾ പറഞ്ഞതിൽ 2 ടോപ്പിക് ഉണ്ട്. ഒന്ന് പ്രൈസ് ആക്ഷൻ കൊണ്ട് മാർക്കറ്റ് ട്രേഡിംഗ് കൊണ്ട്. ഈ 2 കാര്യം കൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് ടോട്ടൽ ഒരു ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞു പോയിക്കണത്. അത് കംപ്ലീറ്റഡ് ആണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ ഒന്ന് പഠിക്കുക തന്നെ വേണം. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഇതിൽ ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലാഗ് പാറ്റേൺ അങ്ങനത്തെ ഒരു പാറ്റേൺസ് ഉണ്ടല്ലോ. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇൻഡിക്കേറ്റേഴ്സ് യൂസിങ് ഒന്നുമില്ല. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. അത് എവിടെയാണെന്ന് വെച്ചിട്ടാ, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കണ്ടീഷനിൽ അല്ലെങ്കിൽ എൻ്റെ കണ്ടീഷൻ പഠിച്ചിട്ട് നിങ്ങളൊരു ട്രേഡ് എടുത്തു, അതിന് ശേഷം വേണമെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ നോക്കാം. ആ ഇൻഡിക്കേറ്റർ നോക്കണത് നിങ്ങൾക്ക് 100% ഇൻഡിക്കേറ്ററിന് കൊടുക്കാൻ വേണ്ടിയില്ല. ഇൻഡിക്കേറ്റർ നോക്കണത് നിങ്ങൾക്ക് ആ ട്രേഡിൽ ഒരു കോസ്റ്റ് വോഷ് ഇട്ടിരിക്കാനോ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഇത്തിരി പെട്ടെന്ന് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻഡിക്കേറ്റർ നോക്കേണ്ടത്. അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ വെച്ചിട്ടുള്ള ട്രേഡിങ് എന്തായാലും ഞാൻ പ്രൊവൈഡ് ചെയ്യണില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കും കറക്റ്റായിട്ട്. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മാർക്കറ്റൊക്കെ വളരെ ഈസിയാണ്. ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വരണ പോലെ ഇരിക്കും നിങ്ങളുടെ സക്സസ് റേറ്റ് വരണത് കേട്ടോ. ഞാൻ ഡെയിലി എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി ഇതിൽ സക്സസ് റേറ്റ് ഉണ്ടാക്കിയേ പറ്റൂ. നമ്മളൊരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ട് 100 പേരിനെ സക്സസ്ഫുള്ളി ഫെയിലാക്കലല്ലോ ഉദ്ദേശം. 100 പേരിൽ മാക്സിമം കുറച്ച് ആൾക്കാരെങ്കിലും ഈ ട്രേഡിങ്ങിൽ, 100ൽ ഞാൻ 100 പ്രതീക്ഷിക്കണേ. പക്ഷേ കുറേ ആൾക്കാരൊന്നും ആവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മരം ചാടി നടക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാർ കൺസിസ്റ്റൻസി എപ്പോൾ അവർക്ക് ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ കയ്യിൽ വരുന്നു അപ്പോഴാണ് സക്സസ് റേറ്റിലേക്ക് പോകുള്ളൂ. അല്ലാത്ത ആൾക്കാർ പ്രോഫിറ്റിലിരിക്കും. അപ്പോൾ 100ൽ 100 100ൽ ഞാൻ മാക്സിമം ആൾക്കാരിനെ ഞാൻ പ്രോഫിറ്റിലാക്കാൻ മെയിനായിട്ട് നോക്കും. അതെൻ്റെ ഒരു ടാസ്ക്കാണ്, ഡെയിലി ഉള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡെയിലി സക്സസ് റേറ്റ് ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല കോൾസ് ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ടോട്ടൽ പറഞ്ഞു തരുന്നത് ഇതിങ്ങനെയാണ് എൻ്റെ എൻട്രി വരുന്നത്. നിങ്ങൾ പലരും എൻട്രികൾ എടുക്കുന്നുണ്ടാവും. എന്താണ് എൻട്രി, ചിലപ്പോൾ എന്ത് പ്രൈസ് ആക്ഷനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയണ്ടാവില്ല. അപ്പോൾ ഈ 2 ടൈപ്പ് പ്രൈസ് ആക്ഷനാണ് യൂസ് ചെയ്യണത്. നമുക്കുണ്ടായിരുന്ന ട്രേഡാണ് 24,800. നമുക്കുണ്ടായിരുന്ന ട്രേഡാണ് 24,800 C. ഫുൾ ടാർഗറ്റാണ് കേട്ടോ. ഇത് ഡേ ഹൈ മെത്തേഡാണ്. നിങ്ങൾക്കിവിടെ കാണാം. ഇന്നത്തെ ഡേ ഹൈയുടെ മുകളിലാണ് ട്രേഡ് എടുത്താണത്. ഞാൻ ഗ്രൂപ്പിൽ കൊണ്ടായിരുന്നു ഡേ ഹൈയുടെ മുകളിൽ നമുക്ക് ട്രേഡ് എടുക്കാമെന്ന്. അങ്ങനെ വരച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഇതൊക്കെ ടിപ്പാണ്ടോ, നിങ്ങൾക്ക് ഇത് എടുക്കാം. ഇത് ഡേ ഹൈ ആണ്. ഈ എൻട്രി ഡേ ഹൈയിൽ വരുന്ന എൻട്രി ആണ് കേട്ടോ. ഇതെല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന സംഭവമാണ്. താല്പര്യമുള്ളവർക്ക് എടുക്കാം, അല്ലാത്തവർക്ക് വിടാം. എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഇതിലും നമ്മൾ പ്രൈസ് ആക്ഷൻ തന്നെയാണ് യൂസ് ചെയ്യണത്. ഇതിപ്പോൾ എങ്ങനെ യൂസ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്. അതായത് ക്യാൻഡിൽസ് അടിയിലേക്ക് രാവിലെ തന്നെ അടിയിലേക്ക് പോയി തിരിച്ച് കയറി. ഇപ്പോൾ ഇവിടെയൊക്കെ എൻട്രി വരും കേട്ടോ. അതല്ലാണ്ട് നമുക്ക് ഇവിടെ തിരിച്ച് കയറി ഇവിടെ ഒരു റിജക്ഷൻ കിട്ടി, പിന്നെയും തിരിച്ച് കയറി. പിന്നെ നമ്മുടെ കണ്ടീഷൻ ഇവിടെ ആക്ടിവേറ്റ് ആയി. ബൈയേഴ്സ് ലോസേഴ്സ് സെല്ലേഴ്സ് റിജക്റ്റ് ആയി. ഇവിടെ എൻട്രി എടുക്കാവുന്ന കണ്ടീഷൻ ഇവിടെ ആക്ടിവേറ്റ് ആയി. മനസ്സിലായില്ലേ? കറക്റ്റ് റെഡ് ക്യാൻഡിൽ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. അങ്ങനെയാണ് ഈ ട്രേഡ് മുകളിലേക്ക് കയറി പോയിക്കണത്. ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ ട്രേഡ് എടുക്കുക കേട്ടോ. എല്ലാ ട്രേഡും ഇങ്ങനെ തന്നെയാണ്. റണ്ണിങ് ടൈമിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡയറക്റ്റ് എൻട്രി ആണ്. അത് ഞാൻ പറഞ്ഞു നേരത്തെ. ഇതേ എൻട്രി തന്നെയാണ് സെൻസസിലും. 81,200 C. 200 പോയിന്റ് ആണോ അത് ചെറുതായി നോക്കണ്ട, വലിയ പോയിന്റ് ആണത്. 200 പോയിന്റാണ്. 200 പോയിന്റ് തയ്ച്ചടിച്ചിട്ടില്ല. ഇതൊരു 187-90 പോയിന്റ്, 190 പോയിന്റോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൻസസിൽ ഈ ഒരു 100 പോയിന്റ് തയ്ച്ചെടുക്കാൻ പറ്റാത്ത ആൾക്കാർ കുറേ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പം അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ 200 പോയിന്റ് ഒരു അടിപൊളി സാധനം. ഇത് നോർമല് ഞാൻ പറഞ്ഞ ഇപ്പോൾ നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ 50 പോയിന്റ്, ഇവിടെ പറഞ്ഞ 200 പോയിന്റ് ഒക്കെ നോർമലാണ് കേട്ടോ. അബ്നോർമലായിട്ട് ട്രെയിൽ ചെയ്യണ പരിപാടി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് നോർമലായുള്ള പ്രോഫിറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 200 പോയിന്റ് ആണെങ്കിലും നിഫ്റ്റിയിൽ 50 പോയിന്റ് ആണെങ്കിലും ബാങ്കിൽ 150 പോയിന്റാണ്. 50 പോയിന്റ് കിട്ടിയാലേ ഹാപ്പി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ എടുക്കുന്ന 150 പോയിന്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയിന്റ്സ് കിട്ടും. നിങ്ങൾ കണ്ടീഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നേരത്തെ വരച്ച് അതേ പ്രൈസ് ആക്ഷൻ തന്നെ ഇവിടെ നിങ്ങൾ ചിന്തിക്കുക. മനസ്സിലായാലും ഇത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. രാവിലെ കൊടുത്താണ് കേട്ടോ അത്. ഇവിടെയും സെയിം എൻട്രി തന്നെയാണ്. വളരെ സിമ്പിൾ സംഭവമാണ്. ഒന്നുകൂടി കാണിച്ചു തരാം ഞാൻ. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. ക്യാൻഡിൽസൊക്കെ നമ്മുടെ ലെവലിൻ്റെ അടിയിൽ പോയി
തിരിച്ച് കയറുന്ന സമയത്ത് റിജക്ഷൻ കിട്ടി. എന്നിട്ട് തിരിച്ച് കയറി നമ്മുടെ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി. മനസ്സിലായില്ലേ? ഇത്രയും പോയി. അത് അത്ര ഒന്നും ഇല്ലെങ്കിലും നമ്മൾ 200 പോയിന്റ് മിനിമം എടുക്കാൻ നോക്കുക. നിങ്ങളുടെ ആ പോയിന്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ എല്ലാതും കംപ്ലീറ്റ് ആയിക്കോളും അവിടെ. മനസ്സിലായില്ലേ? അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ എല്ലാതും വന്നോളും ആ ഒരു 200 പോയിന്റിൽ. അപ്പോൾ ഈ 3 ട്രേഡാണ് നമുക്ക് ഫുൾ ടാർഗറ്റ് വന്നത്. ബാക്കി ചെറിയ ചെറിയ പോയിന്റ്സ് ഉള്ളതുണ്ട്. ഞാൻ പറഞ്ഞത് നേരത്തെ SL അടിച്ചു എന്നുള്ളത്. SL സ്വൈപ്പാക്കി മുകളിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് Pയും Cയും നമുക്ക് ഒരുമിച്ച് ആക്ടിവേറ്റ് ആയി. അതായത് രാവിലത്തെ കാര്യമാണ്. ഇപ്പോൾ രാവിലെ നമുക്ക് കാണാം 24,700 PE, 24,850 C. ഈ രണ്ടും നമുക്ക് ഒരുമിച്ച് ആക്ടിവേറ്റ് ആയ ട്രേഡാണ്. അത് കോറിലേഷൻ ഇല്ലെങ്കിൽ ആണ് ആക്ടിവേറ്റ് ആവും കേട്ടോ. അതിൽ പ്രത്യേകിച്ചൊരു സംഭവമൊന്നുമില്ല. അപ്പോൾ കോറിലേഷൻസ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ ട്രേഡുകൾ ആക്ടിവേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം 2 ഓരോ ലോട്ട് എടുക്കാം, കറക്റ്റ് SL ഇടുക. ഒരെണ്ണത്തിലും മൊമെൻ്റം വരും, ആ മൊമെൻ്റം എടുക്കുക. ഒരെണ്ണത്തിൽ കറക്റ്റ് SL അടിക്കും, അതവിടെ വിട്ട് കളയുക. ഇതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം. കോറിലേഷൻ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. കോറിലേഷൻ വന്നു കഴിഞ്ഞ് ഇപ്പോൾ സെൻസസ് നിഫ്റ്റിയൊക്കെ ഒരുമിച്ച് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ മൊമെൻ്റാണ് വരുന്നത്. പിന്നെ അവിടെ ബയേഴ്സ് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് പ്രോഫിറ്റ് മാത്രമേ വരുള്ളൂ അവിടെ. ഇപ്പോൾ ഇത് ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ പ്ലാറ്റ്ഫോമാണ്. ഇതിലാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. എൻ്റെ ലിങ്ക് വഴി നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എനിക്ക് DM ചെയ്ത് ആ സ്ക്രീൻഷോട്ട് അയച്ചു തരിക. ഞാൻ നിങ്ങളെ ഒരു ഫ്രീ ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ഓടി പോയിട്ട് ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക, ട്രേഡർ എന്ന് കമൻറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? എന്നിട്ട് എനിക്ക് DM ചെയ്യുക, ടെലിഗ്രാമിൽ ജോയിനായിട്ട് DM ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫ്രീ വീഡിയോ അയച്ചു തരുന്നതായിരിക്കും. അത് ബിഗിനേഴ്സിനുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു ബേസ്മെൻറ്റ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും അത് മേടിച്ച് കാണുന്ന, ഒരു ബേസ്മെൻറ്റ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും, ഇനിയിപ്പോൾ അത് ഒരു ബേസ്മെൻറ്റ് ഇല്ലാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് വീഡിയോ ഭയങ്കരമായിട്ട് ഉപകരിക്കും. പെയ്ഡായിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയും കാര്യമാണ് നമുക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷനെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ അനാലിറ്റിസും ഞാനിപ്പോൾ കുറച്ച് അനാലിസിസാണ് പറഞ്ഞത്. കുറച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മെയിനായിട്ട് ഞാൻ ടോപ്പിക്ക് ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എങ്ങനെയാണെന്നൊക്കെയാണെന്ന് ഞാൻ ടോപ്പിക്കിൽ കൊണ്ടുവന്നേക്കണത്. നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞേക്കണത്. നിങ്ങളെടുക്കുന്ന എൻട്രി എന്ത് ടൈപ്പ് എൻട്രിയാണെന്ന് നിങ്ങൾ മനസ്സിലാവണ്ടേ, അതിനു വേണ്ടിയാണ് അത് പറഞ്ഞത്. നാളെ എന്തെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എന്ത് ടോപ്പിക്കാണ് നമ്മൾ പറയേണ്ടത് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് കൊടുത്തിട്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ തൽക്കാലം നമ്മൾ എക്സ്ട്രീം സ്റ്റഡി എന്ന് പറഞ്ഞ ഈ ഒരു മെത്തേഡ് ഒരു പേയ്മെൻറ്റിൽ തന്നെയാണ് ചെയ്യണത്. അത് ഫ്രീ പാക്ക് ഉദ്ദേശിച്ചിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ കിട്ടണ സംഭവങ്ങൾക്ക് ആർക്കും ഒരു വില ഉണ്ടാവില്ല. മനസ്സിലായോ? നമ്മൾ കഷ്ടപ്പെട്ടൊരു കാര്യം കണ്ടുപിടിച്ചു, അപ്പോൾ അതിനൊരു വില വരണമെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്തത് മേടിക്കണം. മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷൻ നടന്നു, അപ്പോൾ ആരെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നു, അത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടണത്. സംഭവം അതിന് വിലയുണ്ട്, പക്ഷെ നിങ്ങളെന്ന് ക്യാഷ് പോയിട്ടുള്ള കാര്യമില്ല. അതൊന്നും നിലത്ത് വീണ് പൊട്ടിയാലും ഇനിയിപ്പോൾ വെറുതെ ഇരുന്ന് നാശമായാലും നിങ്ങൾക്ക് സീനില്ല. മനസ്സിലായാലും. പക്ഷെ നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച സംഭവം നിങ്ങൾക്ക് എന്തായാലും യൂസ് ചെയ്യേണ്ട വരും നല്ല രീതിക്ക്. അപ്പോൾ ആ ഒരു പാറ്റേണാണ് ഞാൻ യൂസ് ചെയ്യണത്. എനിക്ക് അത്രയും യൂണിക്കായി തോന്നിയോണ്ടാണ് ഇത് സെല്ല് ചെയ്യണത്. മനസ്സിലായില്ലേ? അത് മേടിക്കാൻ നിങ്ങൾക്കും അത് യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ അത്രയൊക്കെ നമുക്കത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ ചൊവ്വാഴ്ച അടിപൊളി ട്രേഡുകൾ കിട്ടട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.